2019 ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് സ്വർണ്ണപ്പാളി തന്നെയെന്ന് നിഗമനം. ദേവസ്വം വിജിലൻസിന്റേതാണ് നിർണായക കണ്ടെത്തൽ. 2 ദിവസങ്ങളിലായി 7 മണിക്കൂറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിജിലൻസ് ചോദ്യം ചെയ്തത്. ആരോപണങ്ങൾ നിഷേധിച്ചെങ്കിലും വിജിലൻസിന്റെ ചില ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുങ്ങി. ദേവസ്വം രേഖകളിൽ ശില്പപാളി ചെമ്പായത് എങ്ങനെയെന്ന് പരിശോധിക്കും. മീഡിയ 1 എക്സ്ക്ലൂസീവ്. യെസ്, തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സെയിൻ ലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താൻ കൊണ്ടുപോയത് ചെമ്പുപാളിയാണ്, അത് സ്വർണ്ണമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദേവസ്വം വിജിലൻസ് മറിച്ചൊരു കണ്ടെത്തൽ നടത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൽ കുടുങ്ങാൻ പോവുകയാണ് എന്ന് തന്നെ മനസ്സിലാക്കാം. പക്ഷേ എങ്ങനെയാണ് ഇത് സ്വർണ്ണപ്പാളി തന്നെയാണ് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് എന്ന ഒരു നിഗമനത്തിലേക്ക് വിജിലൻസ് എത്തുന്നത് എന്നറിയാൻ കൂടി കൗതുകമുണ്ട്. എങ്ങനെ ലഭിക്കുന്നു സെയ്ഫ് ഈ വിവരങ്ങൾ? എന്തൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനം? ജിൽസി, സൈഫു ഈ 2 ദിവസമായിട്ട് 7 മണിക്കൂർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷ, അത് ചോദ്യം ചെയ്യുന്നതിന് മുമ്പുള്ള ശരീരഭാഷ നമ്മൾ കാണേണ്ടതായിരുന്നു. കാരണം ഈ വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം വീടിന് പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളെ വീട്ടിനകത്തേക്ക്, ആ ഗേറ്റിനകത്തേക്ക് അദ്ദേഹം കടത്തില്ല. അദ്ദേഹം എന്തെങ്കിലും സംസാരിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗേറ്റിന് മുന്നിൽ വന്നിട്ട് മാധ്യമങ്ങൾ ഗേറ്റിന് പുറത്ത് നിൽക്കുമ്പോൾ അവിടെ നിന്ന് സംസാരിക്കുന്നൊരു രീതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നത്. അപ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് അത് അസാധ്യമായിരുന്നു. അത് കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ കോടതിയിൽ പറഞ്ഞോളാം, ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണല്ലോ, ഹൈക്കോടതിയിൽ ഞാൻ പറഞ്ഞോളാം എന്നുള്ള ലൈനായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പക്ഷേ 2 ദിവസമായിട്ട് ദേവസ്വം വിജിലൻസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഇപ്പോൾ നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ 2019 അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു വിട്ടത് അത് ചെമ്പുപാളിയല്ല, അത് സ്വർണ്ണപ്പാളി തന്നെയാണ് എന്നുള്ളതാണ് അവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അതിനകത്ത് വിശദമായ അന്വേഷണം വേണം എന്നുള്ള നിലപാടിൽ ഹൈക്കോടതി ദേവസ്വം വിജിലൻസ് എത്തിച്ചേരുന്നുണ്ട്. ഹൈക്കോടതിയിൽ ഇതിൻ്റെ റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പിന്നാലെ തന്നെ അവർ ആവശ്യപ്പെടാൻ പോകുന്ന കാര്യം, ഈ വിഷയത്തിൽ ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണം പോരാ, കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിലുള്ള അന്വേഷണം വേണം എന്ന നിലപാടിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തിച്ചേരുന്നുണ്ട്, ദേവസ്വം ബോർഡ് എത്തിച്ചേരുന്നുണ്ട്. കാരണം ദേവസ്വം വിജിലൻസിന് ഒരു പരിധിയുണ്ട്. അന്വേഷണത്തിൻ്റെ ഒരു പരിധിയിലേക്ക് കടന്നുകൊണ്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ കഴിയില്ല. FIR രജിസ്റ്റർ ചെയ്യുക, അങ്ങനെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിലുള്ളൊരു അന്വേഷണം വേണം എന്നുള്ള നിലപാടിൽ അവർ എത്തിച്ചേരും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന് മുന്നോടിയായി തന്നെ സംസ്ഥാന സർക്കാർ കൊടുക്കുമ്പോൾ അത് ചെമ്പായിരുന്നോ പൊന്നായിരുന്നോ എന്ന കാര്യം അറിയാൻ ദേവസ്വം വിജിലൻസിന് 2 വഴികളുണ്ട്. ഒന്ന്, പോറ്റിയെ ചോദ്യം ചെയ്യാൻ മൊഴിയെടുക്കാം ഇപ്പോൾ നടന്നതുപോലെ. മറ്റൊന്ന്, ഈ ദേവസ്വത്തിന്റെ മഹസ്സർ പരിശോധിക്കാം. അപ്പോൾ മഹസ്സറിൽ എന്തായിരുന്നു രേഖപ്പെടുത്തിയെന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. ഇത് കൈമാറുന്ന ഘട്ടത്തിലാണെങ്കിൽ ഈ തിരുവാഭരണ കമ്മീഷൻ അടക്കം പങ്കെടുത്തില്ല എന്ന ഒരു ആക്ഷേപവും ആരോപണവും കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത്, ഇത് കൈമാറുന്ന ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തോ തിരുവാഭരണ കമ്മീഷന്റെ ഭാഗത്തോ ഒക്കെ ഏതെല്ലാം തരത്തിലുള്ള പിഴവുകൾ സംഭവിച്ചു, പാളിച്ചകൾ ഉണ്ടായുന്ന കാര്യത്തിലും ഒരേ സമയം ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നുണ്ടോ? ഉറപ്പായിട്ടുമുണ്ട് സൈഫുദ്ദീൻ. കാരണം ഇത് അങ്ങനെ കൊടുത്തുവിടാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1998 വിജയ് മല്യ 30 കിലോഗ്രാം സ്വർണം, ഇത് പലതരത്തിൽ അതിന് വാതിൽ അടക്കമുള്ള ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സ്വർണ്ണപ്പാളി അടക്കമുള്ള കാര്യങ്ങളിൽ സ്വർണം പൂശാൻ വേണ്ടിയുള്ള 30 കിലോ സ്വർണം നൽകുന്നത്, അത് അവിടെ വെച്ച് തന്നെ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ നിബന്ധന. അത് സ്വർണം പൂശിയ സമയത്ത് അത് എവിടെയും കൊണ്ടുപോയിട്ടില്ല, അവിടെ വെച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഈ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിടുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പറ്റിയിട്ടുള്ള തെറ്റ്. അത് ഉദ്യോഗസ്ഥർ അറിയാതെ ഒരു കാരണവശാലും കൊടുത്തുവിടാൻ കഴിയില്ല. ഇപ്പോൾ സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ ദേവസ്വത്തിൻ്റെ മഹസറിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അത് ചെമ്പാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അറിയേണ്ട കാര്യമാണ്. അതിനകത്ത് ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണം മാത്രം പോരാ, അതിനകത്തൊരു ക്രൈം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ക്രൈം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്രിമിനൽ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ അതിനകത്ത് ചാർത്തപ്പെടുകയാണ്. അതിനകത്ത് അന്വേഷണം നടത്താൻ വേണ്ടി പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും അന്വേഷണം വേണ്ടിവരും. ആ അന്വേഷണത്തിന് വേണ്ടി ഹൈക്കോടതിയെ തന്നെ സമീപിക്കുക, അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നതിനൊപ്പം തന്നെ
ആ ദേവസ്വം വിജിലൻസിന് അപ്പുറത്തേക്കൊരു അന്വേഷണം വേണം എന്ന നിലപാട് സ്വീകരിക്കുക. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഒരു പക്ഷേ അതിനു മുമ്പ് ഈ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന സർക്കാർ ഇതിനകത്തൊരു ഒരു ക്രിമിനൽ നടപടിക്രമ പ്രകാരമുള്ള ഒരു പോലീസ് അന്വേഷണം, ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനകത്ത് എവിടെയൊക്കെയോ വീഴ്ച പറ്റിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ട്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾക്ക് അനധികൃതമായി എന്തൊക്കെയോ അധികാരങ്ങൾ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു പരിശോധന കൂടി അതിനകത്ത് നടക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. ശരി, എന്തായാലും ദേവസ്വം വിജിലൻസിനെ കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടുന്നതല്ല എന്നുള്ള ഒരു അഭിപ്രായം, ആക്ഷേപവും ആവശ്യവും പ്രതിപക്ഷത്തിന് ഭാഗത്തുണ്ട്. അതുകൊണ്ട് എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുമെന്ന് വളരെ പെട്ടെന്ന് ആ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് സേഫ്. കാര്യം ഇത്രയും വലിയൊരു കള്ളം അവിടെ നടന്നിട്ടുണ്ട്, ഇത്രയും ദുരൂഹമായ ഇടപാട് നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ പ്രത്യേക അധികാരമില്ലാത്ത ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചാൽ ഇത് പുറത്ത് വരുമോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ